ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കുത്തിയോട്ട വഴിപാട് സമർപ്പണത്തിലെ പാട്ടിനും ചുവടുവയ്പ്പിനും സമാപനം കുറിച്ച് പൊലിവ് ചടങ്ങ് നടന്നു. ശിവരാത്രി നാൾ മുതൽ വഴിപാടുകാരുടെ ഭവനങ്ങളിൽ നടക്കുന്ന പാട്ടും ചുവടുവയ്പ്പും കലാശത്തിലെത്തുന്നത് രേവതി നാൾ നടക്കുന്ന പൊലിവ് ചടങ്ങോടെയാണ്. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ കുത്തിയോട്ട സമർപ്പണത്തിൽ സുപ്രധാനമായ ചടങ്ങാണ് പൊലിവ്. രേവതി നാളിലാണ് പൊലിവ് നടക്കുന്നത്. വഴിപാട് നടക്കുന്ന ഭവനങ്ങളിൽ ആചാരപ്പൊലിമയോടെ കാണിക്ക അർപ്പിക്കുന്ന ചടങ്ങായതുകൊണ്ടാണ് പൊലിവ് എന്ന പേര് വന്നിരിക്കുന്നത്. സന്ധ്യയോടെ പതിവ് പോലെ കുത്തിയോട്ട ബാലന്മാരെ 4 പാദം ചുവട് വെപ്പിക്കും. തുടർന്ന് ആശാന്മാരുടെ നേതൃത്വത്തിൽ പൊലിവ് പാട്ട് പാടും. 1-ാം പാദത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന തന്നന്ന താനന്ന എന്ന താനവട്ടത്തിലുള്ള പാട്ടുകളാണ് പൊലിവ് പാട്ടായി സാധാരണ പാടാറുള്ളത്. പാട്ടിലൂടെ ഗ്രഹനാഥനെ ശേഷിക്കൊത്ത് പൊലിക്കുവാൻ ക്ഷണിക്കുന്നതോടെ ചടങ്ങിന് തുടക്കമാകും. തുടർന്ന് കരക്കാർ, കുടുംബാംഗങ്ങൾ, മറ്റുള്ളവർ എന്ന ക്രമത്തിൽ പൊലിവിനായി എത്തും. പണത്തോടൊപ്പം വസ്ത്രവും ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്നുണ്ട്. കാണിക്ക അർപ്പിച്ച ശേഷം ഓരോരുത്തരും തൊഴുതു പ്രാർത്ഥിച്ച് പിന്മാറും. ചിലയിടങ്ങളിൽ പ്രധാന വ്യക്തികളെ പേര് ചൊല്ലി പാട്ടിന്റെ ഈണത്തിൽ ക്ഷണിക്കുന്ന പതിവും ഉണ്ടായിട്ടുണ്ട്. മുഴുവൻ ജനങ്ങളും പൊലിച്ചു കഴിഞ്ഞ് വീണ്ടും പതിവ് പോലെയുള്ള മറ്റു പാട്ടുകളിലേക്ക് നീങ്ങി രാത്രി ഏറെ വൈകിയാണ് ആ ദിവസത്തെ ചടങ്ങുകൾ അവസാനിപ്പിക്കുന്നത്. കുത്തിയോട്ടം എന്നത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രാപ്തിക്കായി ഭഗവതിക്ക് സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ്. ശിവരാത്രി ദിവസം മുതൽ രേവതി വരെയുള്ള ദിവസങ്ങളിൽ കുത്തിയോട്ടം വ്യക്തിനിഷ്ഠമായിട്ടും അതിനുശേഷം കുംഭഭരണി ദിവസം ഒരു ദേശത്തിൻ്റേതായിട്ടും കുത്തിയോട്ടത്തിനെ മാറ്റുന്ന ഒരു ചടങ്ങാണ് കുത്തിയോട്ട പൊലിവ് എന്ന് പറയുന്നത്. ഭക്തജനങ്ങൾക്കെല്ലാം കുത്തിയോട്ട പൊലിവിൽ പങ്കെടുക്കാൻ കഴിയുക വഴി കുത്തിയോട്ടം ഒരു ദേശത്തിൻ്റേതാക്കി മാറ്റുന്നു എന്നുള്ളതാണ് പൊലിവുമായി ബന്ധപ്പെട്ടുള്ള സങ്കല്പം. പൊലിവിനെ 3ആയിട്ട്
ഭാഗിച്ച് കരകളിലാണെങ്കിൽ കരകൾക്കായിട്ട് ഒരു ഭാഗം, വഴിപാടുകാർക്കൊരു ഭാഗം, കുത്തിയോട്ടക്കാർക്കൊരു ഭാഗം, അതുപോലെ തന്നെ ദേശദേവതകൾക്കും ഭഗവതിക്കും എന്നിങ്ങനെ കുത്തിയോട്ട പൊലിവിന് കൃത്യമായ ചിട്ടവട്ടങ്ങളുണ്ട്. ഈ ചിട്ടവട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പൊലിവ് നടന്നു വരുന്നത് പഴയ കാലം മുതൽ. അതങ്ങനെ തന്നെ അനുവർത്തിച്ച് വരുന്നുമുണ്ട്. CDNet ന്യൂസ്, കായംകുളം.